തേജസ് ആൻഡ് കല്ലോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് മന്നത്ത് പത്മനാഭൻ? 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുന്ന എന്ന ഗ്രാമത്തിൽ ജനനം. ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതീദേവിയുടെയും മകനായാണ് മന്നത്ത് പത്മനാഭൻ്റെ ജനനം. കേരള നവോത്ഥാനത്തിൻ്റെ സമുന്ന നേതാവും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് മന്നത്ത് പത്മനാഭൻ. 1914 ഒക്ടോബർ 31 കോകിലയുടെ സർവീസ് ഓഫ് സൊസൈറ്റിയുടെ മാതൃകയിൽ അദ്ദേഹം NSS രൂപീകരിച്ചു. മനുഷ്യ സേവനം നിര്യാത ലക്ഷ്യമാക്കി പ്രവർത്തിച്ച കർമ്മയോഗിയാണ് അദ്ദേഹം. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് സമുദായത്തിൻ്റെ പുരോഗതിയുടെയും സമുന്ന നന്മയ്ക്കുമായി അവസാന ശ്വാസം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. കൂടാതെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ എന്നിവ മൂലം അധപതനത്തിനു കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന നായർ സമുദായത്തിന് ദിശബോധം നൽകി സമുദായ നന്മയ്ക്കായി സമുദ്ധീകരിക്കുക വഴി സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നായർ സർവീസ് സൊസൈറ്റിയുടേതായി 153 സ്കൂളുകൾ, 27 കോളേജുകൾ, 16 വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലുകൾ, 4 അലോപ്പതി ആശുപത്രികൾ, 4 ആയുർവേദ ആശുപത്രികൾ, 8 എസ്റ്റേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ, കോളേജുകൾ ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ: 1893 അധ്യാപകനാകുകയും 1905 വക്കീൽ, 1915 NSS രൂപീകരണം, 1921 ശ്രീമൂലം പ്രജാപ അംഗം, 1924 സവർണ ജാഥ, 1925 നായർ റെഗുലേഷൻ, 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആകുന്നു, 1947 INC അംഗം മുരുകുളം പ്രസംഗം നടത്തുന്നു, 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു, 1951 ഹിന്ദു മഹാമണ്ഡലം, 1959 വിമോചന സമരവും ഭരത് കേസരിയും, 1966 പത്മഭൂഷൺ, 1970 ഫെബ്രുവരി 25 മരണം, 1989 സ്റ്റാമ്പ് പുറത്തിറക്കുകയും 2014 മന്നം ജയന്തിയായി പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. തേജസ് ആൻഡ് കല്ലോസ് വ്ളോഗ് കണ്ടതിന് നന്ദി. അപ്പം മറക്കല്ലേ, ലൈക്ക് ആൻഡ് കമൻറ്റ്, ബെൽ ബട്ടൺ, ഷെയർ. താങ്ക് യു.